എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി സമ്മാനിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരത്തു നിന്നുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകളുടെ ഭംഗി, അതിൻ്റെ ഭംഗിയിൽ ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ പുറപ്പെടാണ്. ഇപ്പോഴത്തെ സമയം പുലർച്ചെ 4:37. ഈ ടൈമിൽ ഞങ്ങളിങ്ങനെ ഒരുങ്ങി നിൽക്കണമെങ്കിൽ ആ കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കാനായിട്ട്, ആ കാഴ്ച എന്തുമാത്രം രസമായിരിക്കും. ഓക്കെ, നമ്മളതിനെ പോകാനായിട്ട്, നമുക്ക് കൊണ്ടുപോകാനായിട്ട് ട്രക്കിങ്ങിനായിട്ടുള്ള ജീപ്പ് വന്നിട്ടുണ്ട്. 4x4 ജീപ്പുകൾ മാത്രമേ അവിടേക്ക് പോവുള്ളൂ. സ്ഥലം എവിടെയാണെന്നുള്ളതും കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ ഭംഗിയോടുകൂടി ഞങ്ങൾ എത്തിക്കാം. ഓക്കെ, മഹേന്ദ്രയുടെ ഈ ജീപ്പിലാണ്, 4x4 ജീപ്പിലാണ് ആ യാത്രയ്ക്കായിട്ട് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനത്തെ ജീപ്പുകൾ മാത്രമേ ആ സ്ഥലത്തേക്ക് എത്തുള്ളൂ. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനിക്കാൻ പോകുന്നത്. തണുത്തിട്ട് രക്ഷയില്ലാട്ടാ. പുലർച്ചെ 4:30 സമയം. കയറിക്കൊണ്ടിരിക്കുകയാണോ. നല്ല സൗന്ദര്യമുള്ള റോഡുകൾ കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റോപ്പിലെത്തണ വരെ ഇതേപോലെ ഓഫ് റോഡുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറകെ ജീപ്പുകളുണ്ട്. ജീപ്പുകൾ കയറി പോകണോ. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ റോഡുകളാണ്. അവ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പിടിക്കാനായിട്ട് പറ്റില്ല. അതിങ്ങനെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കും. മാക്സിമം ഭംഗിയിൽ ഞങ്ങൾ ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും. വണ്ടി തിരിഞ്ഞില്ല. ഹെയർ പിന്നിലൊക്കെ തിരിയണ പോലെ നമ്മൾ ബാക്ക് എടുത്തു. എന്താണ് കുന്ന. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കാഴ്ചകൾക്കല്ലേ പോണേ. അപ്പൊ അതിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടണം കാണണമെങ്കിൽ. ഭൂമിയുടെ സമുദ്രനിരപ്പിൽ നിന്നിട്ട് 8000 അടി ഉയരത്തിലാണ് ഞങ്ങൾ നിൽക്കണേ. ഈ 8000 അടി ഉയരത്തിൽ നിന്നിട്ട് സൂര്യൻ ഉദിച്ച് വരുന്ന കാണാണ്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് സൂര്യോദയം കാണാനുള്ള സ്ഥലമാണിത്. ഇത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ ആണ് ഈ സ്ഥലം എന്നുള്ളത്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് തമിഴ്നാടും ഇപ്പുറത്തെ സൈഡ് കേരളമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ സമയം 5:45. 4:00 നമ്മൾ യാത്ര തുടങ്ങി. 1.25 മണിക്കൂർ യാത്ര ചെയ്ത് ഈ സമയത്ത് നമ്മളിവിടെ എത്തിയേക്കാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് സിംഹപ്പാറ എന്ന് പറഞ്ഞത്. ശരിക്കും സിംഹം വാത്തോന്നിരിക്കുന്ന ഫീലാണ് ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓ, തണവെന്ന് പറഞ്ഞാൽ അസാധ്യ തണവ്. വളരെ മനോഹരമായ കാഴ്ചകൾ. ഈ സ്ഥലമാണ് കൊഴുക്കുമല, തമിഴ്നാട് കേരള ബോർഡർ. തൃശ്ശൂരിൽ നിന്ന് ഒരു 7 മണിക്കൂർ യാത്ര ചെയ്ത് നമുക്ക് ഈ സ്വർഗതുല്യമായിട്ടുള്ളൊരു കാഴ്ച, അത്രയും മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് സമ്മാനിക്കുന്നത്. എക്സൈറ്റഡ് ആണ്, വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാവരും കണ്ണ് നട്ട് കാത്തിരിക്കുകയാണ് ഇങ്ങനൊരു കാഴ്ച കാണാനായിട്ട്. ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലം എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല മനോഹരമായ സ്ഥലത്ത് നിന്നിട്ട് സൂര്യോദയം കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയല്ലേ. റിയലി കണ്ണു നട്ട് കാത്തിരിക്കല്ലേ. ജോക്കട്ടെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയാ. ഓഹോ, തണുത്തിട്ട് കയ്യും കാലും വിറച്ചിട്ട് വയ്യ.
മഞ്ഞിൽ പൊതിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. സൂര്യൻ ഉദിച്ച് വരും തോറും തണവ് കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ ക്യാമറയും ഇതിലേക്ക് മാത്രമാണ് കണ്ണും. Hello YouTube, welcome to my channel. This is Gio and ഇതേപോലെ തന്നെ ഇവിടെ ഒരാള് പോവാണ്ട് നിൽക്കുന്നുണ്ട്. സൂര്യൻ വന്നു എന്നാലും പൊക്കൂടവന് പോവാണ്ട് ഇപ്പോഴും ഒരാളോട് നിൽക്കുന്നുണ്ട്. ആരല്ല കേട്ടോ, ചന്ദ്രനാണ് ആള് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് താന്നു പൊക്കോളും. എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു വീഡിയോ ഇനി പകർത്താൻ പറ്റുമോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇവിടേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തടാകം കിടക്കണ പോലെയാണ് കിടക്കണത്. മഞ്ഞാണ്. ഇവിടെ 2 പേരിരുന്നിട്ട് പെട്ടു. 2 പേര് പെട്ടുപോയി. നോക്കട്ടാ. പിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചിട്ടുള്ളൊരു എന്നാ ഫീലാ. സൂര്യൻ ഉദിച്ച് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ്. ഒന്നും കാണാനില്ല, സൂര്യനെ കാണാനേ ഇല്ല. കോടമഞ്ഞ കൊണ്ട് എല്ലാം മൂടിപ്പോയി. എല്ലാ സൈഡും നമ്മൾ നേരത്തെ കാണിച്ചു തന്ന എല്ലാ കാഴ്ചകളും. കേരളവും കാണാനില്ല, സൂര്യൻ ഉദിച്ചതും കാണാനില്ല, ഒന്നും കാണാനില്ല. കോടമഞ്ഞുകൊണ്ട് എല്ലാ മേഖലയും മറന്നു പോയി. അതായത് മല പോയി, സൂര്യൻ പോയി, ചന്ദ്രൻ പോയി, എല്ലായിടത്തും കോടമഞ്ഞോണ്ട് നിറഞ്ഞു. അതായത് വിനോദസഞ്ചാരികളെ കൊണ്ട് ഇവിടേക്ക് വന്നിട്ടുള്ള ജീപ്പുകളാണ്. അപ്പോൾ ഇവിടെ മൊത്തം 170 ജീപ്പുണ്ട്. 170 ജീപ്പിലാണ് ഇവിടേക്ക് ആൾക്കാരെ എത്തിക്കണേ. നമുക്കൊരു 7 കിലോമീറ്ററോളം ഓഫ് റോഡാണ് റൈഡ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പുലർച്ചെടുത്ത കാഴ്ചകളാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നല്ല കാഴ്ചകൾ എടുക്കാം. ഈ 170 ജീപ്പുകളും നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ, അത് ഇന്നലെയൊക്കെ 170 ജീപ്പും ട്രാവൽ ചെയ്തു എന്നാണ് പറയണത് മുകളിലേക്ക്. ഇന്നും നല്ല തിരക്കുണ്ട്. ഇന്നും 140 ജീപ്പ് അങ്ങോട്ട് ഇന്ന് മുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല എനിക്ക്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നോക്കിയ ആൾക്കാരെ കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ ഇത് തമിഴ്നാട് ബോർഡറിൽ നിന്ന് ഇതിലേക്ക് കുഴുക്കുപാറയ്ക്ക് എൻട്രൻസ് എടുക്കണം. അപ്പോൾ അഡീഷണൽ ചാർജസ് വരും. ഒരാൾക്ക് 500 രൂപ അഡീഷണൽ വരും. നമ്മൾ ഇതുപോലെ തന്നെ 7 കിലോമീറ്റർ ഇതുപോലെ തന്നെ ജീപ്പിൽ വരാം. ജീപ്പിൽ വന്നിട്ട് 1 മണിക്കൂറിന് താഴെ നമ്മൾ നടന്ന് കയറണം മലയുടെ മുകളിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏറ്റവും ടോപ്പ് പോയിന്റിൽ നിന്നിട്ട് നമുക്ക് ഇപ്പോൾ കണ്ട കാഴ്ചകളെല്ലാം ടോപ്പ് പോയിന്റിൽ നിന്ന് കാണാം. ഇത് മൂടൽ മഞ്ഞുകൊണ്ട് അതും മൂടാൻ പോവാണ്. ഡ്രൈവർ ചേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഇവിടുത്തെ വണ്ടികളെല്ലാം 3 മാസം കൂടുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് നേരിട്ട് ഓടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റിയും പെർഫോമൻസും ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. ആ മലയുടെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. റോഡിന്റെ കറക്റ്റ് അവസ്ഥയാണ്.
ഈ ചേട്ടനാണ് ഞങ്ങളെ ഈ കാഴ്ചകളൊക്കെ അതിമനോഹരമായി ഞങ്ങളെ ഭംഗിയായി കണ്ട് കാണിച്ചെന്ന്. ചേട്ടൻ്റെ പേരെന്താണ്? എത്ര കാലമായി ഇവിടെ വണ്ടി ഓടിച്ച്? 20 വർഷമായി. എല്ലാവരും വരുന്നവർ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പോകണം അല്ലേ? ഓക്കെ, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു വട്ടമെങ്കിലും വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. വീണ്ടും വരുന്നുണ്ട്. നമുക്ക് ആ ഒരു അഭിപ്രായം തന്നെയാണ്. നമുക്ക് കണ്ടിട്ടും മതിയാവണില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വരണം. അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ, നമുക്ക് ഏതൊരു സ്ഥലത്ത് വരുമ്പോഴും നമ്മളോട് ഡീൽ ചെയ്യുന്ന ഇതനുസരിച്ചാണ് നമുക്ക് സമയം കൂടുതൽ അനുവദിച്ച് തരാം കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല നല്ല സ്പോട്ടുകൾ നിർത്തി തരാം. ഇതൊക്കെ ചെയ്ത് തരുന്ന ഒരു ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു ട്രിപ്പും നമുക്ക് അത്രയ്ക്ക് മനോഹരമാവും. അപ്പോൾ ആളുടെ നമ്പർ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇത് വന്ന് കണ്ട് ആസ്വദിച്ച് പോകണം എന്നാണ് ഞങ്ങൾ വീണ്ടും പറയുന്നത്. ഞങ്ങളുടെ എല്ലാ വീഡിയോകളിലും പറയണ പോലെ ഞങ്ങൾ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീണ്ടും പറയാണ്, ഞങ്ങൾ ഇത്രയും മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കായി സമ്മാനിക്കുകയാണ്. ഇനി ഇതിനും മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കും. ഞങ്ങൾക്കത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വേണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇത് കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, നിങ്ങളുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് ഇനിയും നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഇതാണ് നമ്മൾ ചാർലി എന്ന സിനിമയിൽ ദുൽഖർ പറയുന്ന മീശ പുലിമല. അടിപൊളിയാണ്. ചേട്ടാ, ഇത് എന്താ മീശ പുലിമല എന്ന് പേര് വന്ന്? മീശയുടെ ഒരു ഷേപ്പ് പറഞ്ഞ പുൽമേട് അല്ലേ? പുൽമേടുകൾ കൊണ്ടാണ് ആ പേര് വന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം ലാലായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഉയരം കൂടുന്നവരും ചായക്ക് കടുപ്പം കൂടുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. കഴിച്ചേക്ക്. അടിപൊളി. സോഫ്റ്റ് ജോൻ്റെ പുതിയൊരു വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും കാണാം. ഇത്രയും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ സമ്മാനിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ഇന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. ഞങ്ങളുടെ ഇതേപോലത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തും. ഓക്കെ.